നിങ്ങളൊരു സമ്പന്നനാണ് എങ്കിൽ മക്കയിലെ കച്ചവടക്കാരനും ബഹ്റൈനിലെ സമ്പത്തിൻ്റെ യജമാനനുമായിരുന്ന മുഹമ്മദിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ ഒരു ദരിദ്രനാണ് എങ്കിൽ ഷൈബ് അബു ത്വാലിബിലെ തടവുപുള്ളിയിലും മദീന അഭയാർത്ഥിയിലും അതുണ്ട്. നിങ്ങൾ ഒരു ചക്രവർത്തിയാണ്. അറേബ്യയുടെ ഭരണാധികാരിയായി വാണ മുഹമ്മദിനെ നിങ്ങൾ വീക്ഷിക്കുക. അല്ല, നിങ്ങളൊരു അടിമയാണ് എങ്കിൽ മക്കയിലെ ഖുറൈശികളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു വിജയിയാണ്. ബദറിലെയും ഹുനൈനിലെയും വിജയിയെ നിങ്ങൾ നോക്കുക. അല്ല, നിങ്ങൾക്കൊരിക്കലെങ്കിലും പരാജയം പിണഞ്ഞുവെങ്കിൽ ഉഹുദിൽ പരാജയപ്പെട്ട ആ മനുഷ്യനിൽ നിന്ന് പാഠം പഠിക്കുക. നിങ്ങൾ ഒരു അധ്യാപകനാണ്. സഫാ കുന്നിലെ ആ ധർമ്മോപദേശിയിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുക. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ജിബ്രീലിന് മുന്നിൽ ബഹുമാന പുരസ്സരം ഉപവിഷ്ടനായ ആ വിദ്യാർത്ഥിയിൽ നിന്ന് പാഠം പഠിക്കുക. സ്വന്തം മർദ്ദകരോട് കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് നിങ്ങൾ എങ്കിൽ മക്കയിലെ ബഹുദൈവാരാധകരോട് ദൈവിക സന്ദേശം നൽകുന്ന ആ ഏകനായ പ്രഭാഷകനെ നിങ്ങൾ വീക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ മുട്ടുകുത്തിച്ചവരാണ്. മക്കയിലെ ആ ജേതാവിനെ കണ്ടു പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തം ഭൂസ്വത്തുക്കളും തോട്ടങ്ങളുമൊക്കെ പരിപാലിക്കേണ്ടതുണ്ട് എങ്കിൽ ഹൈബറിലെയും ഫദക്കിലെയും ബനൂ നവീറിലെയും ഒക്കെ തോട്ടങ്ങൾ എങ്ങനെ പരിപാലിക്കപ്പെട്ടു എന്ന് പഠിക്കുക. നിങ്ങൾ ഒരനാഥനാണ്. ഹലീമയുടെ കാരുണ്യത്തിലേക്ക് എത്തപ്പെട്ട ആ പാവം കുട്ടിയുടെ ചരിത്രം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഒരു യുവാവാണ്. മക്കയിലെ ആ ഇടയബാലനെ നിങ്ങൾ നിരീക്ഷിക്കൂ. നിങ്ങൾ ഒരു വ്യാപാര യാത്രകനാണ് എങ്കിൽ ബസറയിലേക്ക് പോകുന്ന ആ സ്വാർത്ഥവാഹക സംഘത്തിൻ്റെ നായകന് നേരെ നിങ്ങൾ കണ്ണയക്കുക. നിങ്ങൾ ഒരു മധ്യസ്ഥനോ ന്യായാധിപനോ ഒക്കെ ആണ് എങ്കിൽ പ്രഭാതം കുട്ടിവിടരും മുമ്പേ കഅബയിലെത്തി ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്തേക്ക് പൊക്കി വെക്കുന്ന ആ മധ്യസ്ഥനെ നിങ്ങൾ വീക്ഷിക്കുക. അല്ല, ധനവാനെയും ദരിദ്രനെയും തുല്യനായി വീക്ഷിക്കുന്ന ആ ന്യായാധിപനെ. നിങ്ങൾ ഒരു ഭർത്താവാണ്. ഖദീജയുടെയും ആയിഷയുടെയും ഭർത്താവായിരുന്ന ആ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾ കണ്ട് നിങ്ങൾ പഠിക്കുക. അതല്ല, നിങ്ങളൊരു പിതാവാണ്. ഫാത്തിമയുടെ പിതാവും ഹസൻ ഹുസൈൻമാരുടെ പിതാമഹനുമായിരുന്നയാളുടെ ജീവിതകഥയിലൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ചുരുക്കത്തിൽ നിങ്ങൾ ആരാകട്ടെ എന്താകട്ടെ ആ മഹാജീവിതത്തിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.